Today I am discuss about the topic emotional intelligence. What is the meaning emotional intelligence? Emotional intelligence is the ability to manage both your own emotions and understand the emotion of people around you. നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. There are 5 key elements. ഇതിന് 5 പ്രധാനപ്പെട്ട എലമെന്റ്സ് ഉണ്ട്. ഒന്ന് സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി ആൻഡ് സോഷ്യൽ സ്കിൽസ്. സെൽഫ് അവയർനെസ് ഈസ് ദ എബിലിറ്റി ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ഹൗ യുവർ ആക്ഷൻ, തോട്ട്സ് ഓർ ഇമോഷൻ ഡു ഓർ ഡോണ്ട് അലൈൻ വിത്ത് യുവർ ഇന്റേണൽ സ്റ്റാൻഡേർഡ്. അതായത് സ്വയം അവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്നത് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചിന്ത എന്നിവയുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ സ്വന്തം കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിനാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അതിൻ്റെ പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ പൊരുത്തപ്പെടലില്ലായ്മ എന്നതിനെയൊക്കെ മനസ്സിലാക്കുന്നതിനെയാണ്, അത് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സെൽഫ് റെഗുലേഷൻസ്. is the ability to understand and manage your behavior and your reactions to feeling and things happening around you. നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങൾക്ക് ചുറ്റുമുള്ള വികാരങ്ങളും കാര്യങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെയാണ് സെൽഫ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. The next one is motivation. Motivation is the process that initiates, guides and maintains goal-oriented behaviors. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പെരുമാറ്റങ്ങൾ ആരംഭിക്കുകയും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനുമുള്ള കഴിവിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും മോട്ടിവേഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. The next one is empathy. Being aware of and sharing another person's feelings and experience and emotions. അതായത് മറ്റൊരു വ്യക്തിയുടെ വികാരങ്ങൾ, അനുഭവങ്ങൾ, വികാരങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും പങ്കിടുകയും ചെയ്യുന്നു. ഇതിനെയാണ് എംപതി എന്ന് പറയുന്നത്. The last one is social skills. Social skills, any competence facilitating interaction and communication with others where social rules and relations are created, communicated and changed in verbal and non-verbal things. സാമൂഹിക നിയമങ്ങളും ബന്ധങ്ങളും സൃഷ്ടിക്കുകയും ആശയവിനിമയം നടത്തുകയും വാക്കാലുള്ളതും അല്ലാത്തതുമായ വഴികളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിന് സൗകര്യമൊരുക്കുന്നതിനെയാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇത് 5 ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എലമെന്റ്. അടുത്തത് സയൻസ് ഓഫ് ലോ ഇമോഷണൽ ഇന്റലിജൻസ്. ലോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്ന് ബെയിങ് ആർഗ്യുമെന്റേറ്റീവ്, അതായത് ആർഗ്യുമെന്റിൽ ഏർപ്പെടുക, പെട്ടെന്ന് നമ്മൾ മറ്റൊരാളായിട്ട് ആർഗ്യുമെന്റിൽ ഏർപ്പെടുന്നത്. പിന്നെ നോട്ട് ലിസണിങ്, ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുക, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നത്. പിന്നെ ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്, ഓരോ കാര്യത്തിന് ബ്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇമോഷണൽ ഔട്ട്വേർഡ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ഇതൊക്കെ ലോ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് 4 ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഏതൊക്കെയാ നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ, യൂസിങ് ഇമോഷൻസ്, മാനേജിങ് ഇമോഷൻസ്, പെർസീവിങ് ഇമോഷൻ. ഇതാണ് 4 ടൈപ്സ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ 5 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. സെൽഫ് അവെയർനെസ്, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്, സെൽഫ് റെഗുലേഷൻ. അതിനുശേഷം സയൻസ് ഓഫ് ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ 4 പോയിന്റ്സ് പറഞ്ഞു. ബെയിങ് ആർഗ്യുമെൻറ്റേറ്റീവ്, നോട്ട് ലിസണിങ്, ബ്ലെയിമിങ് ഓതേഴ്സ്, ഇമോഷണൽ ഔട്ട്വേർഡ്സ്. അതിനുശേഷം 4 ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.